മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വന്ന സിനിമയാണ് പേട്രിയറ്റ്. പടത്തിൽ 2-3 ഹൈ മൂവ്മെന്റ്സും ആക്ഷൻ സീക്വൻസും എല്ലാം ഉണ്ടായിരുന്നു. കണ്ടന്റിനും പ്രാധാന്യം കൊടുത്തതിനാൽ പടം പലർക്കും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡും ടെക് റിലേറ്റഡും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പെരിസ്കോപ്പ് എന്ന സ്പൈവെയറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് നോക്കാം. സിനിമയിൽ പറയുന്ന ടെക് റിലേറ്റഡും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡായ കാര്യങ്ങൾ നോക്കാം. വെൽക്കം ടു ദി ചാനൽ. ആദ്യം പെരിസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഇതൊരു ഹൈലി അഡ്വാൻസ്ഡ് ആയ സ്പൈവെയർ ആണ്. പെരിസ്കോപ്പ് യൂസ് ചെയ്ത് ക്ലിക്ക് ബൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വിക്ടമിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വിക്ടം ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്തില്ലെങ്കിലും സ്പൈവെയർ ഡിവൈസിൽ റൺ ആവും. ഇതൊരു 0 ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് ആണ്. ഒരിക്കൽ വിക്ടമിൻ്റെ ഫോണിൽ റൺ ചെയ്താൽ വിക്ടമിൻ്റെ ഡാറ്റ അറ്റാക്കേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് കോൾ റെക്കോർഡ്സ്, ലൈവ് ക്യാമറ, ഫോട്ടോസ്, മെസ്സേജസ്, ഇമെയിൽസ്, അങ്ങനെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സ്പൈവെയർ ശക്തി സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഓണർഷിപ്പ് കിട്ടും. അതിനെ ആ കമ്പനി മിസ്യൂസ് ചെയ്യും. ഇവരെ ഒപ്പോസ് ചെയ്യുന്നവരെ ഈ സ്പൈവെയർ യൂസ് ചെയ്ത് നിരീക്ഷിക്കും. ഇതുപോലുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയ സ്പൈവെയർസ് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അവർ അത് എങ്ങനെ മിസ്യൂസ് ചെയ്യും, അതിനെക്കുറിച്ചാണ് സിനിമയിൽ പറയുന്നത്. അതെങ്ങനെ ഒരു സാധാരണക്കാരെ ബാധിക്കും. പെഗസസ് എന്ന് പറഞ്ഞ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് മിലിറ്ററി ഗ്രേഡ് സ്പൈവെയർ ശരിക്കുമുണ്ട്. NSO ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത സ്പൈവെയർ ആണിത്. ഇതും ഒരു 0 ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് ആണ്. പെഗസസിന് സാമ്യമായിട്ടാണ് സിനിമയിലെ പെരിസ്കോപ്പ് ഉള്ളത്. പെഗസസ് യൂസ് ചെയ്തും ആൻഡ്രോയിഡ് ഡിവൈസിൽ സെൻസിറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇമെയിൽസ്, മെസ്സേജസ്, കോൾ റെക്കോർഡ്സ്, അങ്ങനെയെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. സിനിമയിൽ സർവൈലൻസ് ക്യാമറ ആക്സസ് ചെയ്യുന്ന സീൻസ് ഉണ്ട്. പബ്ലിക് ക്യാമറ ആക്സസ് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ സിനിമയിൽ കാട്ടുന്നുണ്ട്. ലാലേട്ടൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതും ഈ പബ്ലിക് ക്യാമറ യൂസ് ചെയ്തിട്ടായിരുന്നു. റിയൽ വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ക്ലൗഡിലാണ് സേവ് ആകുന്നതെങ്കിൽ അത് കമ്പനിയുടെ സെർവറിലായിരിക്കും ഉണ്ടാവുക. കമ്പനി വിചാരിച്ചാൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡാറ്റയെല്ലാം സേവ് ആവുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ കമ്പനിക്കും പ്രൈവസി പോളിസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയൊന്നും കമ്പനി ആക്സസ് ചെയ്യില്ല. പക്ഷേ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത ക്യാമറാസും ഡിവൈസസ് എല്ലാം ഷൊഡാൻ പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഷൊഡാൻ ഒരു സെർച്ച് എഞ്ചിനാണ്. ലൈക്ക് ഗൂഗിളും മൈക്രോസോഫ്റ്റ് എഡ്ജ് പോലെ ഒരു സെർച്ച് എഞ്ചിനാണ് ഷൊഡാനും. പിന്നെ ഹോമിലെ ക്യാമറ ആക്സിഡൻ്റലി ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡീഫോൾട്ട് ക്രെഡൻഷ്യലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് പാസ്വേഡും യൂസർ നെയിമൊക്കെ അഡ്മിൻ 1 2 3 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഷൊഡാൻ പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അടുത്തതായിട്ട് ആധാർ കാർഡ് യൂസ് ചെയ്ത് കാർ റെൻറ്റിനെടുത്തപ്പോൾ ലൊക്കേഷൻ ഉൾപ്പെടെ കമ്പനിക്ക് അലേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാനുള്ള കമ്പ്യൂട്ടർ എഫിഷ്യൻസിയും ടെക്നോളജിയും ഉണ്ടെങ്കിൽ കൂടി കോടിക്കണക്കിന് ആൾക്കാരുടെ ഡാറ്റ ഇത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ്. പിന്നെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സിനിമയിൽ. പീപ്പിൾ തിങ്ക് ഡിലേറ്റിംഗ് എ ഫയൽ മേക്സ് ഇറ്റ് ഡിസപ്പിയർ. നത്തിങ് റിയലി ഗോസ് അവേ. ഇറ്റ് ജസ്റ്റ് ഹൈഡ്സ് until someone looks for it. പണ്ടത്തെ ഹാർഡ് ഡ്രൈവിൽ എന്തെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്താൽ പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് പഴയ ഡാറ്റയെ ഓവർ റൈറ്റ് ചെയ്യുന്നത് വരെ ഇത് സിസ്റ്റത്തിൽ തന്നെ ഹൈഡ് ചെയ്തിരിക്കും. അത് ശരിക്കും ഹാർഡ് ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ആവുന്നില്ല. ഇനി SSD ആണെങ്കിൽ ഫയൽ ഡിലീറ്റ് ചെയ്താൽ അതിലും ഡാറ്റ ഉണ്ടാവും. പക്ഷേ ട്രിം എന്നൊരു പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ empty ബ്ലോക്സ് അത് ക്ലിയർ ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡ്രൈവിനേക്കാളും റിക്കവറി SSDയിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം സിനിമയിൽ കമ്പനിയിൽ റെയ്ഡ് വന്നപ്പോൾ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞത്. ഫോണ് ഫാക്ടറി റീസെറ്റ് ചെയ്താലും വാല്യുബിൾ ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ അറിയുന്നവർ എടുക്കുമെന്ന് പറയുന്നുണ്ട് സിനിമയിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾഡർ ഫോൺസിൽ ഫാക്ടറി റീസെറ്റ് ചെയ്താലും ഡാറ്റ റിക്കവർ ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. മോഡേൺ ഡിവൈസിലാണെങ്കിൽ ഡാറ്റ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും സേവ് ആകുക. ഫാക്ടറി റീസെറ്റ് ചെയ്താൽ ക്രിപ്റ്റോഗ്രഫിക് കീ ഉൾപ്പെടെ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ക്രിപ്റ്റോഗ്രഫിക് കീ ഇല്ലാതെ ഈ ഡാറ്റനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ ഡിവൈസിൽ ഓൾഡർ ഡിവൈസിനേക്കാളും ഡാറ്റ റിക്കവർ ചെയ്യാൻ ഇത്തിരി കഷ്ടമാണ്. അപ്പോൾ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിനിമയിൽ കാണിച്ച കുറേ കാര്യങ്ങളും റിയൽ വേൾഡിൽ സാധ്യമാണ്.